പാലാ നഗരസഭ ഇമ്മിണിപ്പിളിക്കും. LDFന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു. ശാസ്തമംഗലം വാർഡ് BJP അങ്ങ് എടുത്തു. ഭരണം തിരിച്ചുപിടിച്ച് UDF, ഒട്ടും പിന്നിലല്ലാതെ BJP. ഉണ്ടായിരുന്ന ഭരണം കയ്യിൽ നിന്നും വഴിമാറി LDF. പെൻഷനെല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചു, എന്നിട്ട് LDFനെതിരെ വോട്ട് ചെയ്തത്. കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന ഭരണവ്യവസ്ഥ കണ്ടറിയണം. നമസ്കാരം, എല്ലാ മലയാളി പ്രേക്ഷകർക്കും നഗര ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സാൻഡ്ര സജി. പ്രധാന വാർത്തയിലേക്ക്. ഇത്തവണ പാലാ നഗരസഭ ഇമ്മിണിപ്പിളിക്കും. മറ്റൊന്നുമല്ല, ഇലക്ഷൻ വോട്ടെടുപ്പ് കനക്കുമ്പോൾ പാലാ നഗരസഭയിൽ നിന്നും ഒരു കൗതുകകരമായ വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. പാലാ നഗരസഭയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി നിന്ന് മിന്നും വിജയം കൈവരിച്ചിരിക്കുകയാണ് പുളിക്കക്കണ്ടം കുടുംബം. ഇവർ ജനവിധി നേടിയത് 40 വർഷം കേരള കോൺഗ്രസ് പാലാ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്ന VP സുകുമാരൻ നായരുടെ മക്കളാണ് ബിനുവും ബിജു. ബിനുവിന്റെ മകൾ ദിയ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BA പഠനം പൂർത്തിയാക്കിയ ശേഷം MBA പ്രവേശിക്കാൻ നിൽക്കുമ്പോഴാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മത്സരത്തിന്റെ ബലം പ്രഖ്യാപിക്കുമ്പോൾ മിന്നുന്ന വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ 21-കാരി. മുൻ DGP R ശ്രീലേഖയ്ക്ക് തിളക്കമാർന്ന വിജയം. ശാസ്തമംഗലം വാർഡ് BJP അങ്ങ് എടുത്തു. മുൻ DGPയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ R ശ്രീലേഖയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം വാർഡിൽ തിളക്കമാർന്ന വിജയം. മേയർ സ്ഥാനാർത്ഥിയായി BJP പരിഗണിക്കുന്ന ശ്രീലേഖയുടെ കന്നി അംഗമായിരുന്നു ഇത്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ നടക്കുമ്പോൾ ശക്തമായ രാഷ്ട്രീയ വിവാദങ്ങളെ മറികടന്ന് ഈ ശ്രദ്ധേയമായ വിജയം. പ്രചരണത്തിനിടെ R ശ്രീലേഖയുടെ പഴയൊരു കുറിപ്പാണ് കോൺഗ്രസ് അവർക്കെതിരെ തുറുപ്പുചീട്ടായി എടുത്തത്. ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ട വിശ്വാസത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യമാണ് കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ കടുത്ത പീഡനം ഏൽക്കേണ്ടി വരുന്നതെന്ന് എന്നായിരുന്നു ശ്രീലേഖയുടെ കുറിപ്പിലെ ഉള്ളടക്കം. എന്നാൽ ഞാൻ സ്ഥാനാർത്ഥിയായി നിന്നുള്ള പേടി കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ എന്നാണ് ശ്രീലേഖയുടെ പ്രതികരണം. ചുരുക്കം പറഞ്ഞാൽ നിരവധി രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലാണ് R ശ്രീലേഖയ്ക്ക് തിരുവനന്തപുരത്ത് നിർണായക വിജയം. ഫുട്ബോൾ ഇതിഹാസ താരം ലയണൽ മെസ്സിക്ക് ഇന്ത്യയിൽ ഉജ്ജ്വല സ്വീകരണം. ഇതിനു പിന്നാലെ കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ സംഘർഷം. അർജന്റീനയുടെ പ്രശസ്ത ഫുട്ബോൾ താരം ലയണൽ മെസ്സിക്ക് ഇന്ത്യയിൽ ഊഷ്മളമായ വരവേൽപ്പ് ലഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ കൊൽക്കത്ത വിമാനത്താവളത്തിലെത്തിയ മെസ്സിയെ കാണാൻ ആയിരക്കണക്കിന് ആരാധകരാണ് തടിച്ചുകൂടിയത്. കൊൽക്കത്ത സന്ദർശനത്തിന്റെ ഭാഗമായി ശ്രീഭൂമി സ്പോർട്ടിംഗ് ക്ലബ് നിർമ്മിച്ച 70 അടി ഉയരമുള്ള മെസ്സിയുടെ പ്രതിമ അദ്ദേഹം ഇന്ന് രാവിലെ അനാവരണം ചെയ്തു. സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം മെസ്സിക്ക് നേരിട്ട് വേദിയിലെത്താൻ സാധിച്ചില്ല. അതിനാൽ ഹോട്ടൽ മുറിയിൽ നിന്ന് വെർച്വൽ മാർഗത്തിലൂടെയാണ് അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തത്. നടൻ ഷാറുഖ് ഖാനും ബംഗാൾ മുഖ്യമന്ത്രി സുർജിത് ബോസും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇന്ത്യയിൽ വന്നതിൽ സന്തോഷമുണ്ടെന്ന് മെസ്സി പ്രതികരിച്ചു. മെസ്സിക്ക് സ്വീകരണം നൽകാനായി കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിക്ക് ശേഷമാണ് സംഘർഷാവസ്ഥ ഉണ്ടായത്. ടിക്കറ്റിനായി 5000 രൂപ മുതൽ 25,000 രൂപ മുടക്കി എത്തിയ ഒരു കൂട്ടം ആരാധകരാണ് പ്രതിഷേധിച്ചത്. പ്രഖ്യാപിച്ചതുപോലെ ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തും മെസ്സി എത്താതെ ആരാധകരെ അഭിവാദ്യം ചെയ്തു പെട്ടെന്ന് മടങ്ങിയതാണ് പ്രതിഷേധത്തിന് കാരണം. മെസ്സിയെ ഒരു നോക്ക് കാണാൻ പോലും സാധിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് കസേരകളും ബാനറുകളും വലിച്ചു കീറി പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൂടാതെ ചിലർ ഗ്രൗണ്ടിലേക്ക് അതിക്രമിച്ചു കയറി താൽക്കാലിക കൂടാരങ്ങൾ നശിപ്പിച്ചു. സ്ഥിതി നിയന്ത്രിക്കാൻ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി, ഷാറുഖ് ഖാൻ എന്നിവർ സ്റ്റേഡിയത്തിലെത്തി പരിപാടിയിൽ പങ്കെടുത്തില്ല. കൊൽക്കത്തയിലെ പരിപാടികൾക്ക് ശേഷം മെസ്സിയും സംഘവും വൈകിട്ട് ഹൈദരാബാദിലേക്ക് തിരിക്കും. നമുക്കിനി വീണ്ടും ചൂടേറിയ ചില ഇലക്ഷൻ വാർത്തയിലേക്ക് പോകാം. ഇടുക്കി തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ വോട്ടർമാരെ വിമർശിച്ച് CPIM നേതാവും മന്ത്രിയുമായ MM മണി. പെൻഷനെല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചു, എന്നിട്ട് LDFനെതിരെ വോട്ട് ചെയ്തത് നന്ദികേടാണ് കാണിച്ചതെന്നും പാലം, ക്ഷേമപ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലെ ചരിത്രത്തിൽ ഇതുപോലെ നടന്നിട്ടില്ലെന്നും ശേഷം എല്ലാം ഭംഗിയായി നടന്നിട്ടും LDFനെതിരെ വോട്ട് ചെയ്തുവെന്നാണ് MM മണി സഖാവിന്റെ വിമർശനം. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഏറ്റവും വലിയ വിജയമാണ് UDFന് നേടിയിരിക്കുന്നത്. VD സതീശൻ പറഞ്ഞു. ഈ വിജയം സമ്മാനിച്ച കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും കടപ്പാടുണ്ടെന്ന് സതീശൻ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു.
UDFിലെ എല്ലാ ഘടകകക്ഷികളും ചേർന്ന് ഒറ്റ പാർട്ടിയായി നിന്നു. ഇന്നത്തെ UDF ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ തുടർച്ചയാണിത്. ഇവയുടെ പ്രധാന കാരണം UDF കേരളത്തിലെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ്. LDFിന്റെ പരാജയത്തിന്റെ പ്രധാന കാരണം സർക്കാരിനെ ജനങ്ങൾ വെറുക്കുന്നു എന്നതായിരുന്നു VD സതീശൻ പറഞ്ഞു. രണ്ടാമത്തെ കാര്യം വർഗീയതയാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയത, അത് കഴിഞ്ഞപ്പോൾ ഭൂരിപക്ഷ വർഗീയത. പിണറായി വിജയൻ കൊണ്ടുവന്ന പല ആളുകളും ഈ വർഗീയത ആളിക്കത്തിച്ചെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UDFിനൊപ്പം കേരളം വിധിയെഴുതി. തിരുവനന്തപുരത്ത് BJPയുടെ തേരോട്ടം, LDF എക്സിറ്റ്. തിരുവനന്തപുരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിന് മുന്നേറ്റം. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ UDF ആധിപത്യം നേടി. ജില്ലാ പഞ്ചായത്തിൽ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം. NDA പലയിടങ്ങളിലും നില മെച്ചപ്പെടുത്തി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അധികാരത്തിൽ അടുത്തെത്തി. നിലവിൽ 50 സീറ്റുകളാണ് NDA പിടിച്ചത്. 51 സീറ്റുകളാണ് അധികാരത്തിലെത്താൻ വേണ്ടത്. ഭരണം തിരിച്ചുപിടിച്ച് UDF, ഒട്ടും പിന്നിലല്ലാതെ BJP. ഉണ്ടായിരുന്ന ഭരണം കയ്യിൽ നിന്നും വഴിമാറി LDF. കേരളത്തിൽ ഇനി വരാനിരിക്കുന്ന ഭരണവ്യവസ്ഥ കണ്ടറിയണം. നന്ദി, നമസ്കാരം.